എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ വെച്ചൊരു തീയലാണ്. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തേങ്ങ വറുത്തെടുക്കാം. അതിനായി ഒരു പാത്രം ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരികിയത്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് കറിവേപ്പില, 3 വെളുത്തുള്ളി അല്ലി, 10 ചെറിയ ഉള്ളി, ഇത്രയും ഇട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ വറുക്കുക. ഗ്യാസ് ഓഫ് ചെയ്യാറാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് മസാലയുടെ പച്ചമണം മാറാൻ 1 മിനിറ്റ് മൂപ്പിക്കുക. ഗ്യാസ് ഓഫ് ചെയ്ത് തേങ്ങ തണുത്ത ശേഷം അല്പം വെള്ളമൊഴിച്ച് ഒരു മിക്സിയുടെ ജാറിൽ പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി കറി ഉണ്ടാക്കാനായി ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ഇട്ട് പൊട്ടിക്കുക. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക് കീറിയത്, ഒരു സവാള സ്ലൈസായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 3 വറ്റൽമുളക്, ഇത്രയിട്ട് 1 മിനിറ്റ് വഴറ്റുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് 1/2 കിലോ കുമ്പളങ്ങ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് അല്പം വലിപ്പത്തിലരിഞ്ഞത് നന്നായിട്ട് കഴുകിയ ശേഷം ഇടുക. ഇത് 5 മിനിറ്റ് വഴറ്റുക. അതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്ത് 1/2 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് നന്നായിട്ട് അരിച്ചെടുത്ത് കറിയിൽ ചേർക്കുക. ഇത് നന്നായിട്ട് ഇളക്കിയ ശേഷം 5 മിനിറ്റ് പാത്രം അടച്ചു വെച്ച് വേവിക്കുക. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുക. പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ചേർക്കുക. ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിക്കുക. നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.